ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് അഭയ് എസ് ഓഖ അധ്യക്ഷനായ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക. ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടെത്തിയതിൽ ക്രിമിനൽ കേസ് എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. മലയാളി അഭിഭാഷകൻ മാത്യൂസ് നെടുമ്പാറയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇതിൽ സുപ്രീം കോടതിയുടെ 3 അംഗ സമിതിയുടെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഈ ആവശ്യവുമായി ഒരു ഹർജി, ഇങ്ങനെ FIR അന്വേഷിക്കണം, പോലീസിൻ്റെ അന്വേഷണം വേണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ഹർജി സുപ്രീം കോടതിയിലെത്തുന്നത്. അതിന്ന് പരിഗണിക്കാൻ പോകുന്നു. വളരെ നിർണായകമാണത്. വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിൽ പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി. ഈ ഹർജി മലയാളി അഭിഭാഷകനായ മാത്യു നെടുമ്പാറയാണ് ഹർജിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ സുപ്രീം കോടതി നിയോഗിച്ച 3 അംഗ സമിതിയുടെ അന്വേഷണം ഈ വിഷയത്തിൽ പുരോഗമിക്കുന്നതിനിടെ ആ ഹർജി എന്നുള്ളത് ഈ 3 അംഗ സമിതി രൂപീകരിച്ചത് പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 3 അംഗ ജഡ്ജിമാരുടെ സമിതി രൂപീകരിച്ചത് അനാവശ്യമാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് ഈ സംഭവത്തിൽ പോലീസിനോട് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാന ആവശ്യം എന്നുള്ളത്. ജസ്റ്റിസ് അഭയ് എസ് ഓഖ, ജസ്റ്റിസ് ഉജ്ജൽ ബുയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. 2010 ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ബില്ല് പുനഃപരിശോധിക്കുന്നത് അടക്കം ജുഡീഷ്യൽ അഴിമതി തടയാൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണം എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ അന്വേഷണ സമിതിയുടെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ഇത്തരത്തിൽ ആ സമിതിയെ പോലും ചോദ്യം ചെയ്തുള്ള ഒരു ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് തന്നെ സുപ്രധാനമായ ഒരു നീക്കമായാണ് വിലയിരുത്തുന്നത്. എന്നാൽ അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം തള്ളിയിരുന്നെങ്കിലും ഇന്ന് പരിഗണിക്കാൻ ലിസ്റ്റ് ചെയ്യുകയായിരുന്നു. ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിരീക്ഷണങ്ങൾ അത് സുപ്രധാനമാകും. അതേസമയം ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. 3 അംഗ അന്വേഷണ സമിതി ഡൽഹി ഫയർഫോഴ്സ് മേധാവി അതുൽ ഗാർഗിൽ നിന്നും 6 മണിക്കൂറോളം മൊഴിയെടുത്തിരുന്നു. അദ്ദേഹം ഈ സംഭവത്തിന് ശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം എന്നുള്ളത് പണം കണ്ടെത്തിയില്ല എന്നും പണം കണ്ടെത്തിയതായി ഫയർഫോഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഫയർ ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പായി പോലീസ് അവിടെ എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു. ഈ വിഷയങ്ങളിലെല്ലാം തന്നെ വിശദമായി അദ്ദേഹത്തിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയിൽ നിന്നും സമിതി മൊഴി രേഖപ്പെടുത്തും. ഇന്ന് തന്നെ ആ മൊഴി രേഖപ്പെടുത്തൽ ഉണ്ടായേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.